നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ? ഇത് സ്വാതി മേഡത്തിന്റെ വീടല്ലേ? അതെ. സ്വാതി മേഡം വിളിച്ചിട്ടാ ഞാൻ വരുന്നത്. എനിക്ക് മേഡത്തെ ഒന്ന് കാണണം. നിങ്ങൾ എന്തിനാ വന്നേ? സംശയിക്കണ്ട, സ്വാതി മേഡം കാണണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നേ. നിങ്ങളിവിടെ നിന്നാ മതി. ഇതാണ് സ്വാതി മേഡം പറഞ്ഞ കുട്ടി. സാമാന്യ മര്യാദ പോലും ഇല്ല. ആരാമോ? ചേച്ചി കാണുന്നു പറഞ്ഞിട്ട് ഒരാള് വന്നിട്ടുണ്ട്. എവിടെ? അവിടെയുണ്ട്. ആരാ? സഞ്ജയ് പണിക്കർ. ഇവനെ കണ്ടുപിടിക്കാനാ സ്വാതി മേഡം എന്റെ സഹായം തേടിയത്. അമ്മു എന്ന ലക്ഷ്മി, അവളും ഈ വീട്ടിലുണ്ട്. ട്വിസ്റ്റ്. ഈ മിസ്റ്റർ, നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? സാർ, എന്റെ പേര് സതീശൻ എന്നാണ്. ഞാനൊരു വെഡിങ് പ്ലാനറാണ്. സ്വാതി മേഡം എന്നെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ വന്നത്. ഇങ്ങനൊരു കാര്യം സ്വാതി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ വിളിച്ചപ്പോൾ സംസാരിച്ച സ്വാതിയുടെ മുറച്ചെറുക്കനും ഭാവി വരനും ഇവൻ തന്നെ ആയിരിക്കും. അത് പിന്നെ ഒരാഴ്ചയാവും സാർ, ഒരാഴ്ച. അന്ന് ഞാൻ അല്പം ബിസിയായി പോയി. എന്റെ തിരക്കൊക്കെ ഞാൻ മാഡത്തോട് പറഞ്ഞതായിരുന്നു. അപ്പോ ഫ്രീ ആവുമ്പോ വരാനായിട്ട് പറഞ്ഞു. മാഡത്തെ വിളിച്ചപ്പോ ഫോണിൽ കിട്ടാതെ വന്നപ്പോഴാ ഈ പ്രഭാചന്ദ്രന്റെ മകളാണെന്നും തറവാട്ടിലുണ്ടെന്നും അറിഞ്ഞു വന്നത്. ഇയാൾ ആ ഡിറ്റക്റ്റീവ് തന്നെയാ. മാഡത്തെ എനിക്കൊന്ന് കാണണം. ആ, നീ അകത്ത് പോ. സ്വാതി ഒരു ആക്സിഡന്റിൽപ്പെട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവള് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഈ സമയം വിസിറ്റേഴ്സിനെ കാണാനോ സംസാരിക്കാനോ പറ്റില്ല. വീട്ടിൽ തന്നെയുള്ള ഒരാൾ മാത്രമാ അവളുടെ റൂമിൽ പ്രവേശിക്കുന്ന. നിങ്ങൾക്കിപ്പോ അവളെ കാണാൻ പറ്റില്ല. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ വന്ന വിവരം അവളെ ഞാൻ സൗകര്യപൂർവ്വം അറിയിക്കാം. അല്ല, സ്വാതി മേഡം ആക്സിഡന്റ് ആയി കിടന്ന സമയത്താണ് എന്നെ വിളിച്ചത്. പിന്നെന്തിനാ സാർ എന്നെ ഇങ്ങനെ വിലക്കുന്നത്? അതിനുശേഷം സ്വാതിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അല്ല, സാർ എന്തിനാണ് എന്നെ ഒഴിവാക്കാൻ ഇത്ര ധൃതി കാണിക്കുന്നത്? എനിക്കറിയാം സ്വാതി മേഡം വിശ്രമത്തിലാണെന്ന്. പക്ഷേ എനിക്ക് അവരെ കാണാതെ പോകാനാവില്ല. കാരണം അവരാവശ്യപ്പെട്ട പ്രകാരം ഞാൻ കുറച്ച് പ്രീ പ്ലാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വെഡിങ് പ്ലാനർ എന്ത് ജോലിയാണോ ഇപ്പൊ ചെയ്തത്? വിവാഹ തീയതി പോലും കുറിച്ചില്ലല്ലോ. ഇയാള് സ്ഥലം വിടാൻ നോക്ക്. വെറുതെ സമയം മെനക്കെടുത്തത്. അല്ല, ഞാൻ അവരെ കാണാൻ പാടില്ലെന്ന് നിങ്ങൾ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? തന്നോടെ മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറങ്ങിപ്പോയാൽ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ പിടിച്ച് ഗേറ്റിന് പുറത്താക്കും. ശരി, ഞാനിപ്പോ പോയേക്കാം. പക്ഷേ സ്വാതി മേഡത്തെ കാണാതിരിക്കാൻ എനിക്കാവില്ല. ആര് തടഞ്ഞാലും ഞാൻ അവരെ കാണുക തന്നെ ചെയ്യും. ശരി, ഞാൻ വരട്ടെ സാറേ.
സഞ്ജു ഇന്ന് ഓഫീസിൽ വരുമെന്ന് കരുതി. മനസ്സിപ്പോഴും ഫ്രീ ആയിട്ടില്ല അപ്പച്ചി. ആ അതെ, സ്വാതി അന്വേഷിച്ചോ? ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആ വെഡിങ് പ്ലാനർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. വെഡിങ് പ്ലാനറോ? ആ അങ്ങനെയാ പറഞ്ഞത്. സ്വാതി അയാളെ വിളിച്ചിരുന്നത്രേ. ആ ഞാൻ അയാളെ തിരിച്ചയച്ചു. എങ്ങനെ വിശ്വസിക്കാനാ? അതല്ലേ അനുഭവം. ആഹാ. അയാള് പേരെന്തെങ്കിലും പറഞ്ഞോ? ആ സതീശനെന്നോ മറ്റോ പറഞ്ഞു. അപ്പച്ചി അയാളെ കണ്ടോ? ആ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ട് ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. സ്വാതിയെ കാണാൻ വന്നതാണെന്ന് അയാൾ എന്നോട് പറഞ്ഞത്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ മോനെ. ആപത്ത് വരുന്നത് ഏത് വഴിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ശ്രീകുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. സഞ്ജു അമ്മു ഇറങ്ങിപ്പോകുമ്പോ സ്വാതി ഉറക്കത്തിലായിരുന്നു. മോളെ 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 ശ്രീകുട്ടി, മോൾ ഉറങ്ങുകയായിരുന്നോ? എന്നൊന്ന് എഴുന്നേൽപ്പിക്കോ? ആ പതുക്കെ. സഞ്ജു അമ്മു റൂമിൽ നിന്ന് പോകുന്ന കണ്ടിട്ടാ ഇളയമ്മ ഇങ്ങോട്ട് വന്നത്. ടാബ്ലറ്റ് കഴിച്ചപ്പോ മയങ്ങിപ്പോയതാ. ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടാവും അവര് പോയത്. മോൾക്ക് റോയ് പെരേര എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? എളിമയ്ക്ക് എങ്ങനെ അയാളറിയാം? അയാളെ ഞാൻ ആ ഗേറ്റിന് മുന്നിൽ വെച്ച് കണ്ടു. അയാള് മോളെ കാണാൻ ഇവിടെ വന്നിരുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്നെ വന്ന് കണ്ടില്ലല്ലോ. ആഹാ, നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് സഞ്ജു അയാളെ മടക്കി അയച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.